അപ്പോൾ സേലത്തെ ബാക്കി വിശേഷങ്ങളായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഫ്രഷപ്പ് ആയി. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഡാർക്ക് ഫാൻസി ബിസ്ക്കറ്റ് വാങ്ങിച്ച് എല്ലാവരും കൂടെ കഴിച്ചു. ദേണ്ട വിജയണ്ണൻ ഞാൻ കുറേ നേരമായിട്ട് പോസ്റ്റർ കഴിഞ്ഞ് തപ്പുമായിരുന്നു, പക്ഷേ കണ്ടില്ല. അവസാനം ഞാൻ കണ്ടു ഗായ്സ്, വിജയണ്ണൻ്റെ പോസ്റ്റർ കണ്ടു. അങ്ങനെ നമ്മൾ ഇതേ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഒരു ജീവി അങ്ങനെ എന്തോ ഒരു ക്ലബ്ബായിരുന്നു. അപ്പോൾ ഇവിടെ എന്തിനാണ് നമ്മൾ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണനും ആസിഫിക്കും അവിടെ ഒരു ക്രിക്കറ്റ് മാച്ച് ഉണ്ടായിരുന്നു ഗായ്സ്. അതിന് വേണ്ടിയിട്ടാണ് അങ്ങ് എറണാകുളത്ത് നിന്ന് ഈ സേലം വരെ വന്നിരിക്കുന്നത്. ക്രിക്കറ്റ് കളിക്കുന്ന ഒരു സ്ഥിരമുള്ളൊരു സംഭവമാണല്ലോ. കയ്യിൽ ബാറ്റില്ലെങ്കിലും ബോളില്ലെങ്കിലും അവർ വെറുതെ ഇങ്ങനെ പന്തെറിയുന്ന പോലെ, ബാറ്റ് വെച്ച് ഇങ്ങനെ അടിക്കുന്ന പോലെയൊക്കെ കാണിക്കാറുണ്ട്. അപ്പോൾ കണ്ണ് വന്നപ്പോൾ തന്നെ ബോളൊക്കെ ടെസ്റ്റ് ചെയ്യണം, അല്ല ബാറ്റൊക്കെ ടെസ്റ്റ് ചെയ്യാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞ ഒരു റിസോർട്ടും അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ഗ്രൗണ്ടും അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ ഒരു സെറ്റപ്പ് ആയിട്ടുള്ള റിസോർട്ടൊക്കെ പോലത്തെ ഒരു സാധനമാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ആസിഫൊക്കെ ഇവിടെ മുന്നേയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളങ്ങനെ തിരിഞ്ഞ് അവിടെ എല്ലാം കാണാൻ ഫുൾ ഇങ്ങനെ മലയുടെയൊക്കെ ഇടയിൽ ഇരുന്ന് അടുക്കായിട്ടാണ് ആ ഒരു ഗ്രൗണ്ടൊക്കെ വരുന്നത്. ഫാമിലി ആയിട്ട് താമസിക്കാൻ റൂംസും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട്. പിന്നെ ഒരു സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്, അതായിരുന്നു എൻ്റെ ആദ്യത്തെ ലക്ഷ്യം. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു പ്ലേ ഏരിയ തന്നെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അതേ മുതുക്ക് കാളകൾ കയറി നിന്ന് തട്ടിക്കളിക്കുന്നത് കണ്ടില്ലേ. അവർ കുറേ നേരം അവിടെ നിന്നിട്ട് ഇങ്ങനെ മറ്റേ എന്തോ ഒരു ഗെയിം, അതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല, അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടിക്കളിച്ചുകൊണ്ടിരുന്നു. ഞാനിപ്പോൾ അത് കുറച്ച് നേരം കണ്ടുകൊണ്ടിരുന്നു. എനിക്ക് കളിക്കാൻ പറ്റിയ ഗെയിമൊന്നും ഞാൻ അവിടെ കണ്ടില്ല. അത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ശ്രദ്ധിക്കുന്നത് ഇത് പെട്ടത്. ഞാൻ അങ്ങോട്ട് പോയി തട്ടിക്കൊണ്ടിരിക്കുന്നത് ആസിഫിക്കോ എനിക്ക് വന്ന് കമ്പനി നിന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി ആസിഫിക്കാണ് ഗൈസ് ജയിച്ചത്. പക്ഷെ നമ്മളങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ. അടുത്ത കളിയിൽ ഞാൻ ജയിച്ചായിരുന്നു. പക്ഷേ അതാ കറക്റ്റ് സമയത്ത് ഞാൻ കളിച്ച് ജയിച്ച സമയത്ത് വീഡിയോ കാണാൻ ഓഫ് ചെയ്തു. അതുകൊണ്ട് അത് വീഡിയോയിൽ കിട്ടിയില്ല. പക്ഷേ ഞാൻ ജയിച്ചു. അങ്ങനെ അവർക്ക് മാച്ചിന് സമയമായപ്പോൾ അവർ ജേഴ്സിയൊക്കെ എടുത്തിട്ട് സെറ്റായിട്ട് ഓക്കെ ട്രിപ്പുണ്ട്. പക്ഷേ ഫുഡ് നമ്മൾ ആരും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓർഡർ ചെയ്തിട്ട് ഫുഡ് വന്നതുമില്ല. അങ്ങനെ ഫുഡ് കഴിക്കേണ്ടാണ് അവരിതേ കളിക്കാൻ വേണ്ടിയിട്ട് അവിടെ കയറി നിൽക്കുന്നത്. അങ്ങനെ ഞാൻ എന്താ ഫുഡ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത സ്വിഗ്ഗിയിൽ ഓർഡറും ചെയ്തിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. കാരണം ഒരു പട്ടിക്കാട് ഏരിയ ആണത്. അപ്പോൾ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ പിന്നെ കാണാം.